ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോ എടുത്ത് തുടങ്ങാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുണ്ടൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ ഏത് ട്രെയിനിന് എന്താ നൽകാൻ ഉള്ളിലോട്ട് പോകാം, തീരെ സമയമില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഗുണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു ഫുഡ് എക്സ്പ്രസ്, ഒരു കോച്ച് ഓൺ വീൽസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഫുഡ് കോർട്ട് ഓൺ വീൽസ് ഒക്കെ ഉണ്ട് സാധനം ഇവിടെ. അടഞ്ഞു കിടക്കുകയാണ്. പുറത്ത് അവർ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും കാണാനില്ല. ഇതാണ് ഗുണ്ടൂർ സ്റ്റേഷൻ, ടെർമിനൽ നമ്പർ 1. നമ്മളിവിടുന്ന് സെക്കൻഡറാബാദിലേക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗുണ്ടൂർ ജംഗ്ഷനിലെ റിട്ടയറിംഗ് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് വന്നേ ഉള്ളൂ. ഞാൻ വെൽക്കം നേരത്തെ എടുത്തായിരുന്നു, ആക്ച്വലി ഇൻട്രോ വീഡിയോ നേരത്തെ എടുത്തായിരുന്നു. അത് വേറൊരു കാരണമുണ്ട്, എന്നാൽ ഞാൻ പിന്നെ പറയാം. ഇൻട്രോ വീഡിയോ നേരത്തെ എടുത്തായിരുന്നു. നമ്മുടെ വണ്ടി ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. നമ്മുടെ വണ്ടി 12805 വിശാഖപട്ടണം ലിംഗംപള്ളി ജന്മഭൂമി എക്സ്പ്രസ്സാണ് ഈ കാണിക്കുന്നത്. അത് പ്ലാറ്റ്ഫോം നമ്പർ 1 പോകുന്നതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഡിസ്പ്ലേയിൽ നമ്മൾ ട്രെയിൻ കാണിക്കുന്നുണ്ട് 12805 ജന്മഭൂമി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. പക്ഷേ പ്ലാറ്റ്ഫോം നമ്പർ ഇതൊരു അപ്ഡേറ്റ് ആയിട്ടില്ല. പ്ലാറ്റ്ഫോം നമ്പർ അപ്ഡേറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറില്ല, ലഗേജ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് അങ്ങോട്ടും ഓടാം. വണ്ടി വരാനൊരു 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഇവർ പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്തു. ഇനി ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടണം. അപ്പോൾ നമ്മളൊരു ഗസ് വർക്കിൻ്റെ ബേസിസിൽ ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. എൻ്റെ കോച്ച് ഇപ്പുറത്തോട്ടായിരിക്കും എന്നുള്ളൊരു ഗസ്സിൽ. ഈ കിടക്കുന്നത് ഗുണ്ടൂർ വിശാഖപട്ടണം ഉദയ് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആണ്. അല്പം 12:30 വന്നത്, 4 മണിക്ക് മറ്റേ തിരിച്ചു പോകും. ഇതാണ് വണ്ടി. നമ്മുടെ ഇന്ത്യയിൽ 2 ഉദയ് എക്സ്പ്രസ്സുകളാണ്, അതിലൊന്നാണിത്. ഉദയ് എക്സ്പ്രസ്സിന് ലോക്കോ വരുന്നുള്ളൂ. ഏതാ ഷെഡെന്ന് മനസ്സിലാവില്ല. 37744 ആണ് ലോക്കോ. ESKP ഷെഡിൻ്റെ, വിശാഖപട്ടണം ഷെഡിൻ്റെ ലോക്കോ ആണ്. ജസ്റ്റ് കപ്പിളാണ്. നമുക്കിനി മുന്നോട്ട് പോകാനുണ്ട്. ഈ ജന്മഭൂമി എക്സ്പ്രസ് ഒരു ഡേ എക്സ്പ്രസ് ആണെന്നുണ്ടെങ്കിലും ഇതിൽ AC ചേർക്കാർ കൂടാതെ ഒരു AC എക്കണോമി കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ AC എക്കണോമിയിൽ ടിക്കറ്റ് എടുത്തത്, കാരണം അതിനകത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് കുറവ്. അത് കൺഫേം ആയി കിട്ടുകയും ചെയ്തു. ഇവിടെ ചരവ് വന്ന് കുറേ വാപ്പ് ഫോഴ്സ് കിടക്കുന്നുണ്ട്. എല്ലാം വിജയവാഡ ഷെഡിൻ്റെ ലോക്കോസാണ്. നമ്മുടെ ട്രെയിൻ ഇങ്ങനെ എൻ്റെ നിന്നാണ് വരേണ്ടത്. നമ്മുടെ ജന്മഭൂമി എക്സ്പ്രസ് വരാറായിട്ടുണ്ട്. ഈ ജന്മഭൂമി എക്സ്പ്രസ്സിന് ഈ ബാക്ക് സൈഡ് എൻഡിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിലില്ല. പക്ഷേ അതിനെപ്പറ്റി ഒരു അനൗൺസ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. ഈ കോച്ച് പൊസിഷൻ ബോർഡിലും ലാസ്റ്റ് കോച്ചായിട്ട് LPR കാണിക്കുന്നത്. AC ചേർക്കാർ കഴിഞ്ഞിട്ട് പവർ കാറേ ഉള്ളൂ. ഇവിടെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് നോക്കി ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതിലൊരാൾ എന്നോടൊന്ന് തർക്കിച്ചിട്ട് പോയി, ആപ്പിൽ കാണിക്കുന്നുണ്ടല്ലോ പുറപ്പെട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് കണ്ടീഷൻ. കാര്യം ആപ്പിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൽ തെനാലിയിൽ റിവേഴ്സലുണ്ട്. അപ്പോൾ തെനാലിക്ക് മുമ്പ് വരുമ്പോൾ ഇനി ബാക്കിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പക്ഷേ തെനാലി കഴിഞ്ഞ് റിവേഴ്സൽ കഴിയുമ്പോൾ പിന്നെ ബാക്കിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇതിനില്ല. കാര്യം അപ്പോൾ ഫ്രണ്ട് ബാക്ക് ആവുമല്ലോ. പിന്നെ ഇതിന് ബാക്കിൽ AC കോച്ച് മാത്രമേ ഉള്ളൂ. വണ്ടി കയറി വരുന്നുണ്ട്. വാപ്പ് 7 പതിവ് പോലെ. അതിന് വ്യത്യാസമൊന്നുമില്ല, വാപ്പ് 7 തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഇത് LHB റേക്കാണ്. വിജയവാഡ ഷെഡിന് 39175 വരുന്ന ലോക്കോ. ഇത് ജനറൽ കമ്പാർട്ട്മെൻറ്റൊക്കെ ഫ്രണ്ടിൽ എല്ലാം കാലിയാണ്, കണ്ടോ, വലിയ തിരക്കില്ല. പിന്നെ ഇവിടുന്ന് ഫുള്ളാവും തോന്നുന്നു വണ്ടി. കുറേ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. 11 നോൺ AC ചേർക്കാറ്, D11 വരെ കണ്ടു. ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ഈ ട്രെയിനിന് 2 AC എക്കണോമി കോച്ചുണ്ട്, M2 M1. ഞാൻ M1-ലാണ്. കണ്ടിപ്പോൾ ആൾക്കാർ ഓടാൻ തുടങ്ങി. ഇതാണ് എൻ്റെ കോച്ച്, 212638 M1. ഞാൻ ആക്ച്വലി ഒരു ബോർഡിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കോച്ച് കയറാൻ വെച്ചാൽ ഏറ്റവും പുറകെ വന്നിരുന്നു. ട്രെയിന് ഇതിന് ഫ്രണ്ടിലും ബാക്കിലും ലോക്കോ ഉണ്ടോ. ഈ ബാക്കിലത്തെ ലോക്കോ ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ കട്ട് ചെയ്യും. ഇവിടെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലത്തെ ലോക്കോ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ പിന്നെ ഷടയിൽ നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് പോയേക്കാം. നമ്മുടെ കോച്ച് അല്പം ഫ്രണ്ടിലാണ്. ഒരുപാട് പേര് കയറാനുണ്ട് ഇവിടുന്ന്. വണ്ടി കുറച്ച് നേരം നിൽക്കും. എന്തായാലും നമുക്ക് കയറിയേക്കാം. നമ്മുടെ സീറ്റ് നമ്പർ 13 അപ്പോൾ അപ്പുറത്തെ ഡോറിൽ കയറാം. ഒരു മിഡിൽ ബർത്താണ് കിട്ടിയിരിക്കുന്നത്. നോക്കാം, എവിടെയെങ്കിലും വേറെ ബർത്ത് ഉണ്ടെങ്കിൽ മാറിപ്പോയിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഗുണ്ടൂരിന് പുറപ്പെട്ടു. സമയം 1:48, അരമണിക്കൂർ വരെ ലേറ്റാണ് ട്രെയിന്. 1:15 തോന്നുന്നു ഇവിടുത്തെ ഡിപ്പാർച്ചർ ടൈം. അപ്പോൾ അങ്ങനെ ഗുണ്ടൂരിന് യാത്ര പുറപ്പെട്ടു. നമ്മളിവിടെ കുറച്ച് പോയിട്ട് ആദ്യത്തെ സ്റ്റേഷൻ, അതൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. പേര് ഞാൻ മറന്നു. നമ്മളിന്ന് രാവിലെ സ്റ്റേഷൻ വഴി വന്നതാണ്. ആ സ്റ്റേഷനിൽ നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ടുവേർഡ്സ് സെക്കൻഡറാബാദിലെ ലൈനിൽ കയറുന്നത്. നമ്മളവിടെ നിന്ന് പിന്നെ പിടുകുറല്ല, നാടിക്കുടി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ വഴി നമ്മൾ നേരെ ഇവിടെ പോയി ഇറങ്ങാം, ബിബിനഗർ പോയി ഇറങ്ങാം നമ്മൾ.
നമ്മൾ ഇതേ വഴിയാണ് ശബരി എക്സ്പ്രസ് യാത്ര ചെയ്തത്. ശബരി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരുന്നു യാത്ര ചെയ്തത്. ഇത് അങ്ങോട്ട് വന്ന് ശബരി നമ്മൾ ഇങ്ങോട്ടായിരുന്നു വന്നത്. ഇതായിരുന്നു ഗുണ്ടൂരിൻ്റെ മെയിൻ സ്റ്റേഷൻ ബിൽഡിങ്. നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു റിട്ടയറിംഗ് റൂമിൽ തങ്ങിയത്. റിട്ടയറിംഗ് റൂമിൻ്റെ മറ്റൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ആണ്, അതേ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു അത്. അപ്പോൾ നമ്മളങ്ങനെ ഗുണ്ടൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ ഒരു AC വെയിറ്റിംഗ് ഹാളും ഉണ്ടായിരുന്നു. അതായത് AC വെയിറ്റിംഗ് ഹാളാണ്. 25 രൂപയെന്ന് തോന്നുന്നു റേറ്റ്. അപ്പോൾ അങ്ങനെ ഗുണ്ടൂർ ജംഗ്ഷൻ ഇവിടുത്തെ കണ്ട അവസാനം സ്ലോപ്പ് കഴിഞ്ഞിട്ട് അവിടെ റോൾ ഔട്ടിനുള്ള ആളിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ഗുണ്ടൂരിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ കുറച്ച് നേരം അകത്ത് പോയിരിക്കുമ്പോൾ നല്ല ചൂടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഡോറിലേക്ക് വരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജംഗ്ഷൻ സ്റ്റേഷൻ. നല്ലപ്പാട് എന്നാണ് ജംഗ്ഷൻ്റെ പേര്. ഇതൊരു വലിയ ഫ്രൈറ്റ് യാർഡ് കേട്ടോ. അകത്തോട്ട് ഫ്രൈറ്റ് യാർഡും അവിടെ വാഗൺ മെയിൻ്റനൻസ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. വലിയ ഫ്രൈറ്റ് ഏരിയ ആണിത്. ഇവിടുത്തെ സൈഡിൽ ആ മലയാളം, ലെഫ്റ്റ് സൈഡിലുള്ള മലയാളം എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ മുകളിലാണ് കൊണ്ടവീട് എന്ന് പറഞ്ഞ ഫോർട്ടുള്ളത്. നമ്മൾ ഇങ്ങോട്ട് വന്ന ട്രെയിനിൻ്റെ പേര് കൊണ്ടവീട് എക്സ്പ്രസ് ആണ്. അത് ആ ഫോർട്ടിൻ്റെ പേരാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിയും. നേരല്ല, നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നില്ല. അതിന് നേരെ പോകുന്നത് മർക്കാപുരം റോഡ്, കമ്പം, ഡോൺ ജംഗ്ഷനിലേക്കാണ്. ശരിക്കും നമ്മളിത് പോകേണ്ടത് ആ റൂട്ടിലായിരുന്നു ഇന്നത്തെ നമ്മുടെ യാത്ര ഒറിജിനലി പ്ലാൻ ചെയ്യേണ്ടായിരുന്നത്. പക്ഷേ ആ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ട്രെയിനിലേക്ക് മാറ്റി ബുക്ക് ചെയ്തത്. ഇവിടെ ഒരു ട്വിൻ വാഗണൈൻസ് കിടക്കുന്നുണ്ട് റേക്കുമായിട്ട്. റൗർക്കേല ഷെഡിൻ്റെ വാഗണൈനാണിത്. വാഗൺസിലാണ് നമുക്ക് യാർഡിൻ്റെ ഫുൾ ഭീകരത കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും അങ്ങേ അറ്റത്തൊക്കെ നമുക്ക് OH ലൈൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ട്രെയിൻ അവിടെ പോയിൻറ്റ്സ് കിടക്കുന്ന കാണാം. ഇവിടെ കുറച്ച് പിറ്റ് ലൈനൊക്കെ ഉണ്ടല്ലോ. മേ ബി ഇത് ഗുണ്ടൂരിന് അഡീഷണൽ പിറ്റ് ലൈൻസ് ആയിരിക്കും, അറിയില്ല. ഇവിടെ എന്തോ ഒരു ഷെഡ് പോലൊരു സാധനം പുതിയൊരു പണിയുന്നില്ല. അങ്ങോട്ടൊക്കെ ലൈൻ വലിച്ചിട്ടുണ്ടൊക്കെ പുതിയ OH മാസ്റ്ററിലാണ്. അവിടെ ഒരു സ്ലീപ്പർ ഫാക്ടറി. സീറ്റ് നമ്പർ 13 ഇതായി. ട്രെയിൻ റൈറ്റിലോട്ട് വളയുന്ന കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ എക്സിറ്റ് ചെയ്ത മെയിൻ ലൈന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട്. നേരെ നന്ദ്യാൽ വഴി ധോണിലേക്ക് പോകുന്ന റൂട്ട്. ശരിക്കും ഒറിജിനൽ ഞാനിന്ന് ഗുണ്ടൂർ ഔറംഗാബാദ് എക്സ്പ്രസ്സിന് പോകേണ്ടതായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ട്രെയിൻ ഒരു 8-9 മണിക്കൂർ ലേറ്റായിട്ടാണ് ഔറംഗാബാദിൽ നിന്ന് പുറപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ പ്ലാൻ മാറ്റി. ഞാൻ ഈ ജന്മഭൂമി എക്സ്പ്രസ്സിലോട്ട് ടിക്കറ്റ് മാറ്റിയെടുത്തു. പക്ഷേ നമ്മുടെ ഒരു ഇത് നോക്കണേ, അവരിന്ന്
ഗുണ്ടൂർ ഔറംഗാബാദ് എക്സ്പ്രസ് സ്പെയറിലേക്ക് വെച്ച് ഓടിച്ചു. ടൈമിന് പോയില്ല, 1.5 മണിക്കൂറിന് മേലെ ലേറ്റായിട്ട് ഇവിടുന്ന് പുറപ്പെട്ടത്. 2 മണിക്കൂറിന് ലേറ്റായിട്ട് ഇവിടുന്ന് പുറപ്പെട്ടു. പക്ഷേ ഇവിടുന്ന് പോയിട്ടുണ്ട് ട്രെയിൻ. അപ്പോൾ നമ്മൾ ആ റൂട്ടിൽ നിന്ന് മിസ് ചെയ്തു. സാരമില്ല, നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും ചെയ്യാം. കാരണം എനിക്ക് നാളെ കാച്ചിഗുഡയിൽ ഒരു കണക്ഷൻ ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഈ ഔറംഗാബാദ് ട്രെയിൻ അതാണെങ്കിൽ ലോ പ്രയോറിറ്റിയുള്ള ട്രെയിൻ, അത് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാച്ചിഗുഡയിൽ നിന്നുള്ള കണക്ഷൻ മിസ്സാവും. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ ഇതിലങ്ങ് പോയത്. ഇന്ന് വൈകുന്നേരം നമ്മൾ 6 മണിയോടുകൂടി സെക്കൻഡറാബാദ് എത്തും. അവിടെ നിന്ന് കാച്ചിഗുഡയിൽ പോയിട്ട് റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് വെളുപ്പിന് എനിക്ക് നമ്മുടെ അടുത്ത ട്രെയിനിൽ കയറി പോവാം. അപ്പോൾ നമ്മൾ മറ്റൊരു യാത്ര വീണ്ടും നമ്മൾ ഈ ഭാഗത്തേക്ക് വരും. അന്ന് നമുക്ക് നണ്ടിയാൽ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ റൂട്ട് വഴി വന്നത് ജൂലൈ മാസത്തിലായിരുന്നു, മഴക്കാലത്തായിരുന്നു. പക്ഷേ ഈ റൂട്ടിൽ അത്യാവശ്യം എപ്പോഴും പച്ചപ്പുണ്ട്, അല്ലാണ്ട് ഫുള്ള് ഉണങ്ങി വരണ്ടിരിക്കുകയല്ല. അത്യാവശ്യം പച്ചപ്പുണ്ട്. പിന്നെ ഇതുപോലെ കൃഷി കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ആന്ധ്രയുടെ ചില ഭാഗത്ത് എന്താ പറയുക, ഇന്നലെ ചില ഭാഗത്ത് ആന്ധ്രയുടെ ചില ഭാഗത്ത് കണ്ട പോലെ ഡ്രൈ ആയിട്ടില്ല. ഗുണ്ടൂർ വിട്ടിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ സത്തനപ്പള്ളിയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഹോം സിഗ്നലാണ് ഈ കാണുന്നത്. ഇതൊരു സിംഗിൾ ലൈൻ റൂട്ടാണ്. നമ്മൾ ഏകദേശം ഹൈദരാബാദ് എത്തുന്നവരെ നമ്മൾ സിംഗിൾ ലൈനിൽ തന്നെയാണ്. നമ്മൾ പകിടിപ്പള്ളി ചെന്നിട്ട് മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യുന്നവരെ നമ്മൾ സിംഗിൾ ലൈൻ തന്നെയാണ്. സത്തനപ്പള്ളിയിലേക്ക് എത്തിക്കുകയാണ്. സത്തനപ്പള്ളി നമ്മളവൻ്റെ കോച്ച് ഏറ്റവും ബാക്കിലായതുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് ജസ്റ്റ് കയറി വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പുറത്ത് കാണുന്നുണ്ട് M1. നമ്മളതിനൊക്കെ മുമ്പ് തന്നെ നിന്നു. അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ട് ഇവിടെ. നല്ല പോപ്പുലർ വണ്ടിയാണിത് ഈ റൂട്ടിൽ. ആക്ച്വലി ഉച്ച സമയത്ത് ഹൈദരാബാദിലേക്കുള്ള ഏക ട്രെയിനാണിത്. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ വിജയവാഡ ലിംഗംപള്ളി എക്സ്പ്രസ് വരുന്നവരെ വേറെ വണ്ടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല പോപ്പുലറാണ് ഈ വണ്ടി. ഇതാണ് സ്റ്റേഷൻ്റെ മറ്റേ സൈഡ്. നമ്മൾ പുറപ്പെടുകയായി. സത്തനപ്പള്ളി. ഇത്രയും ബാക്കിലായതുകൊണ്ടേ നമുക്ക് ഹോണടി ഒന്നും കേൾക്കാനൊന്നും വഴിയില്ല. ട്രെയിനൊക്കെ സഡനായിട്ട് അനങ്ങി തുടങ്ങും. റെയിൽവേ വൈസ് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. കാര്യം ഇത് ഇവിടെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ പെർമനൻറ്റ് ഇവിടെ ഓഫീസുണ്ട്. പിന്നെ ട്രാക്ക് മെഷീൻ ഡിപ്പോ ഉണ്ട്. ട്രാക്ക് മെഷീൻ സ്റ്റാഫ് റെസ്റ്റ് ഹൗസ് ഉണ്ട്. അത്യാവശ്യം മേജർ സ്റ്റേഷനാണ്. ഇതായിരുന്നു സ്റ്റേഷൻ ബിൽഡിങ്. എവിടെയായിരുന്നു? അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. അയ്യോ, അന്യായ ചൂടാട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇവിടെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 22 കോച്ചുള്ള റേക്കാണ്, ഫുൾ ലെങ്ത്ത്. നമുക്ക് കാണാം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ലോഗോ അങ്ങ് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു, നല്ല ദൂരം പോയി കഴിഞ്ഞു. ഇത് ഏറെക്കുറെ മുഴുവൻ റെഡ് കളറിലുള്ള റേക്കാണ്. ഇതിനകത്ത് AC ചേർക്കാരും ഫ്രണ്ടിൽ 2-3 ചേർക്കാർ കോച്ചുകൾ ഒഴികെ ബാക്കി എല്ലാം റെഡ് കളറാണ്. ഒരു ടവർ കാർ ഷെഡ് ഉണ്ട് ഇവിടെ. ഇങ്ങനത്തെ ടവർ കാർ കിടക്കുന്നുമുണ്ട്. ഒരു കുഞ്ഞി പാലമുണ്ട് ഇവിടെ.
നിന്ന് റെയിൽവേ ലൈൻ വരുന്നത് കാണുന്നുണ്ടാവുമായിരിക്കും. വരുന്നത് ആ റെയിൽവേ ലൈന് സാവല്യപുരം എന്ന് പറഞ്ഞത്, സാവല്യപുരമാണോ സാൽവയപുരമാണെന്ന് ഓർമ്മയില്ല. അവിടെ നിന്ന് വരുന്ന റെയിൽവേ ലൈൻ. അത് ബേസിക്കലി നമ്മുടെ ഗുണ്ടൂർ ധോൺ ലൈനിലുള്ള, ഗുണ്ടൂർ നന്ദ്യാൽ ധോൺ ലൈനിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് വരുന്ന റെയിൽവേ ലൈനാണത്. അവിടെ നിന്ന് വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ന്യൂ പിടികുരല്ല ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനോട് എത്താണ്. ഇവിടെ ഒന്ന് കയറും. ഇവിടെ ചുറ്റുവട്ടം മൊത്തം ക്വാറീസാണ്. കണ്ടോ, അവിടെയൊക്കെ ക്വാറീസാണ്. ഇതൊക്കെ ലൈം സ്റ്റോൺ ക്വാറീസ്. ഇവിടെ ഒരുപാട് സിമെൻറ്റ് ഫാക്ടറീസ് ഉണ്ട്. ഈ കാണുന്നതൊക്കെ ലൈം സ്റ്റോൺ ക്വാറീസാണ്. ഇത് ന്യൂ പിടികുരാല എന്ന് പറയുന്ന ജംഗ്ഷനാണിത്. ന്യൂ പിടികുരാല ജംഗ്ഷനാണ് ഈ സ്റ്റേഷൻ. പിടികുരാല എന്ന് പറയുന്ന സ്റ്റേഷൻ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റോപ്പുണ്ട്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ റേക്കാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഈക്കോറിൻ്റെ റേക്കാണിത്. നമ്മൾ ജസ്റ്റ് പിടികൂരല്ല എന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. പിടികൂരാല, പിടികൂരാല. പിടികുരാല എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതാണ് ഈ സ്റ്റേഷൻ്റെ മറുപുറം. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ നിർത്തിയാണ് തോന്നുന്നു പ്രൈമറി പ്ലാറ്റ്ഫോം, ഫസ്റ്റ് പ്ലാറ്റ്ഫോം. ഇവിടെ പുതിയ ഫുട് ഓവർ ബ്രിഡ്ജാണ് തോന്നുന്നു വരുന്നത്. പിന്നെ മറ്റേ JCB എന്തോ ചെയ്യുന്നുണ്ട്. FOB works in progress. Kindly regret inconvenience for the passengers. ആരെ റിഗ്രറ്റ് ചെയ്യണമെന്നാ? കൈൻഡ്ലി റിഗ്രറ്റ് ഇൻകൺവീനിയൻസ്. പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് വരുന്നുണ്ട് ഇവിടെ, പിടികൂരാല. എനിക്കൊന്ന് ഞാൻ ശബരിയിൽ വന്നപ്പോൾ ഇതിൻ്റെ വർക്ക് പകുതിയായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഒരു സ്ട്രക്ചറായി കഴിഞ്ഞത്. ശബരി വീഡിയോ ഒന്ന് എടുത്ത് നോക്കണം. അതൊരു കഴിഞ്ഞ വർഷം ജൂലൈയിൽ പിടിച്ചതാണ്. ഇപ്പോൾ നമ്മൾ ഏപ്രിലാണ്. നമ്മളിപ്പോൾ അല്പസമയത്താണ് നമ്മൾ ശബരിയെ ക്രോസ് ചെയ്യും കേട്ടോ. നമ്മൾ മിക്കവാറും അടുത്ത നമ്മുടെ സ്റ്റോപ്പ് നടിക്കുടി ജംഗ്ഷനിൽ വെച്ച് നമ്മൾ ശബരിയെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ശബരി എക്സ്പ്രസ് ഇന്ന് LHB റേക്കുമായിട്ടുള്ള ഫസ്റ്റ് റണ്ണാണ് ഇന്ന് ശബരി എക്സ്പ്രസിൻ്റെ. സെക്കൻഡറാബാദിൽ നിന്ന് LHB റേക്കുമായിട്ട് യാത്ര പുറപ്പെടുന്നുണ്ട്. ആ വണ്ടിയുടെ ഒരു സർക്കുലർ പുറത്തു വന്ന പ്രകാരം വണ്ടി മിക്കവാറും ജൂലൈ മുതൽ ചർലപ്പള്ളിയിലേക്ക് മാറും. അത് ചർലപ്പള്ളി കൊച്ചുവേളിയായി മാറും. അത് ചർലപ്പള്ളിയുടെ തിരുവനന്തപുരം നോർത്തായി മാറും. അത് മുഴുവനായിട്ട് സമയത്തിൽ മാറ്റം സൂപ്പർ ഫാസ്റ്റ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ടത്. ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ല. അങ്ങനെ ഒരു സർക്കുലർ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ഫസ്റ്റ് LHB റൺ നമ്മൾ കാണും. ഇന്നിപ്പോൾ പഴയ ടൈം തന്നെയാണ്. പഴയ ടൈം സെക്കൻഡറാബാദ് ടു തിരുവനന്തപുരം സെൻട്രൽ തന്നെയാണ് ഇപ്പോൾ. അങ്ങനെ പിടികൂരാല കഴിഞ്ഞു.
തെരുവ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇവിടുന്ന് സൈഡിലോട്ട് ഒരു ഇൻഡസ്ട്രിയൽ സൈഡ് ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈൻ ഒരു ഇൻഡസ്ട്രിയൽ സൈഡിൽ കാണാം. ചെട്ടിനാട് സിമെൻസിൻ്റെ ഒരു ഫാക്ടറിൻ്റെ ഇവിടെ. അപ്പോൾ ചെട്ടിനാട് സിമെൻറ്റ് ഫാക്ടറിയിലോട്ട് പോകുന്ന ഒരു സൈഡിൽ കാണുന്നത്. നേരത്തെ പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഒരുപാട് സിമെൻറ്റ് ഫാക്ടറീസ് ഉണ്ട്, ഒരുപാട് ലൈം സ്റ്റോൺ ക്വാറീസ് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ നടിക്കുടി എന്ന് പറയുന്ന സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെലങ്കാനയിലേക്ക് കയറും. അതിന് മുമ്പായിട്ട് ഒരുപാട് സിമെൻറ്റ് ഫാക്ടറീസ് ഉണ്ട്. അങ്ങോട്ട് ലൈൻ പോകുന്നതാണ്, അങ്ങ് അറ്റത്തര സിമെൻറ്റ് ഫാക്ടറി കാണാം. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ മുള്ളിന് അപ്പുറത്തോട്ട് മൊത്തം ഗ്രൗണ്ട് മൊത്തം പാറയാണ്. ഇത് അവിടെയൊക്കെ പാറക്കല്ലുകളാണ്. ഇത് ബേസിക്കലി ഇതൊക്കെ ലൈം സ്റ്റോൺ ക്വാറീസ് ആണ്. ആ കാണുന്നതൊക്കെ ലൈം സ്റ്റോൺ ക്വാറിയാണ്. അതൊക്കെ ലൈം സ്റ്റോൺ എടുത്ത് കഴിഞ്ഞിട്ട് വെള്ളം കെട്ടി കിടക്കുന്നതാണ് ആ കാണുന്നത്. പിന്നെ ദൂരെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നേരത്തെ പാസ് ചെയ്ത ചെട്ടിനാട് സിമെൻറ്റ് ഫാക്ടറിയാണ് കാണുന്നത്. ഇതൊക്കെ പഴയ മീറ്റർ ഗേജ് പാലത്തിൻ്റെ റെമനൻസും അലൈൻമെൻറ്റിൻ്റെ റെമനൻസും ഉണ്ട്. ഇതാണ് നടിക്കുടി ജംഗ്ഷൻ. നടിക്കുടി ജംഗ്ഷൻ. ഇവിടെ ഒരു വിജയവാഡ WDG4 കിടക്കുന്നു. അപ്പുറത്തൊരു മെമു കിടക്കുന്നുണ്ട്. ഇതാണ് നടിക്കുടി ജംഗ്ഷൻ്റെ മറ്റേ പ്ലാറ്റ്ഫോം. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ വെച്ചാൽ നമ്മൾ ശബരിയെ ക്രോസ് ചെയ്തത്. ഇന്നിപ്പോൾ ശബരി ലേറ്റ് ആണെന്ന് തോന്നുന്നു. ശബരിക്കുള്ള യാത്രക്കാരാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നടിക്കുടിയിൽ നിന്ന് പുറപ്പെട്ടു. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഒരു മെമോ ആണ്. ഞാനത് കണ്ടപ്പോൾ വെച്ച് ഫ്രഷ്ലി പെയിൻറ്റഡ് ആണ്. പക്ഷെ അങ്ങനെയല്ല. 258053 പുത്തൻ റേക്കാണ്. ഈ വർഷം ICF നിന്ന് പുറത്തിറങ്ങിയ റേക്കാണത്. ഇതെനിക്കൊന്നും എനിക്ക് കാച്ചിക്കുടയിലോട്ടം കണ്ടുള്ളതാന്ന് തോന്നി ഈ റേക്ക്. ഈ മെമോ എക്സാക്ട്ലി അറിയില്ല. ഇപ്പം നടിക്കുടിയിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ വലിയൊരു ഗുഡ്സ് റൈഡിങ് പണി നടക്കുന്നുണ്ട്. ഓപ്പൺഡ് ആണോ അറിയില്ല കേട്ടോ. മണ്ണുണ്ട്, പക്ഷേ എനിക്കൊന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അടിവശം. അപ്പോൾ ഇത് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ അവസാനത്തെ സ്റ്റോപ്പായിരുന്നു കേട്ടോ. അടുത്ത സ്റ്റോപ്പ് നമുക്ക് ഇനിയുള്ളത് തെലങ്കാനയിലാണ്. ഇവിടെ കാണുന്നതൊക്കെ ലൈം സ്റ്റോൺ ആണ്. അതിനപ്പുറത്തൊരു ക്വാറിയാണ്. ഈ സ്റ്റേഷൻ തൊട്ടപ്പുറത്തൊരു ക്വാറിയാണ്. എല്ലാം കാണുന്നതൊക്കെ ലൈം സ്റ്റോൺ ആണ്. അതുകൊണ്ട് അതൊക്കെ ലൈം സ്റ്റോൺ ക്വാറീസാണ് കാണുന്നതെല്ലാം. ഭൂമി എത്രയും ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ ഇതിൽ നിന്നാണ് സിമെൻ്റ് ഉണ്ടാക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലൈന് മാച്ചേർല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബ്രാഞ്ച് ലൈനാണ്.
മാച്ചർലയിലേക്ക് പോകുന്ന ബ്രാഞ്ച് ലൈനാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുവഴി പോയപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്നൊരു ട്രെയിൻ കാണാനുള്ള ഭാഗ്യം കിട്ടിയായിരുന്നു. അത് ലേറ്റായിട്ട് കൂടെ മാച്ചർല പാസഞ്ചർ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു ശബരി എക്സ്പ്രസ്സിൽ വരുമ്പോൾ. അതുകൊണ്ട് അവിടെ ഒരു സിമെൻറ്റ് ഫാക്ടറിയാണ്. അതിനപ്പുറത്തോട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ പുറകിലൊരു ഹേസി ആയിട്ട് ഒരെണ്ണം കൂടി കാണാൻ പറ്റും. അങ്ങോട്ട് ചറപറ ഫാക്ടറീസാണ്, കുറച്ച് അങ്ങോട്ട് മാറി ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. 2-3 ഫാക്ടറി ഉണ്ട് ഈ പ്രദേശത്ത്. ഈ ഫാക്ടറികൾക്കെല്ലാം തന്നെ റെയിൽവേ ലൈനുകളുമുണ്ട്. അപ്പോൾ ഈ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ സത്യമാണ് നല്ലൊരു ശതമാനം വരുമാനം ഈ സിമെൻറ്റ് ഫാക്ടറികളിൽ നിന്നും അതുപോലെ തെലങ്കാനയിലുള്ള കോളിയറീസിൽ നിന്നുമാണ് വരുന്നത്. നല്ലോണം സ്പീഡ് കുറവ്. നമ്മൾ ലൂപ്പ് ലൈനിലോട്ട് കയറ്റുകയാണെന്നൊരു സംശയം. അതെ, ലൂപ്പ് ലൈനിലോട്ട് കയറ്റി. മിക്കവാറും ശബരി എക്സ്പ്രസിൻ്റെ ക്രോസിംഗ് ആവാനാണ് സാധ്യത. മെയിൻ ലൈൻ ഓപ്പോസിറ്റ് ലൈനിലേക്ക് പച്ച കത്തിയിട്ടുണ്ട്. അപ്പോൾ ശബരിയുടെ ക്രോസിംഗ് തന്നെയാണ്. ശബരി എക്സ്പ്രസ് വരുന്നുണ്ടെന്നാണ് പാരസ്മെട്രിയും കാണിച്ചത്. ഇത് പൊണ്ടുകുല എന്നങ്ങോട്ട് പറഞ്ഞ സ്റ്റേഷനാണിത്. ബോർഡൊന്നും കാണാനില്ല. അപ്പുറത്തെ സൈഡിലുണ്ടോ ഞാൻ നോക്കിയില്ല. ഇവിടെയും ഒരു ലൈം സ്റ്റോൺ ക്വാറിയാണ്. ഇവിടെയൊക്കെ അതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ്സ് ആണ്. കൃഷ്ണനദിക്ക് കുറുകെയുള്ള പാലം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തെലങ്കാനയിലേക്ക് കയറി ഒഫീഷ്യലി. കണ്ടോ, ഇതുവഴിയാണ് ലൈം സ്റ്റോൺ ക്വാറിയിൽ നിന്ന് ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നത്. നല്ല സിസ്റ്റം അല്ലേ? ഇത് ACC സിമെൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇത് ഇന്ത്യ സിമെൻറ്റ് ലിമിറ്റഡ്. അപ്പോൾ ശങ്കർ സിമെൻറ്റ്സ്, റാസി ഗോൾഡ് സിമെൻറ്റ്. അപ്പോൾ ഇതിനൊരു സൈഡിങ് ഉണ്ട്. അതാ സൈഡിങ് അകത്ത് BC തന്നെ കിടക്കുന്ന കാണാം. ഇതിനകത്തോട്ടൊരു ഫ്ലൈറ്റ് കയറി പോകുന്നുണ്ട്. കയറിപ്പോലെ നിന്ന് കിടക്കണം. കയറിപ്പോകുന്നത് തന്നെയാണ് കേട്ടോ, എനിക്ക് തോന്നിയതല്ല, കയറിപ്പോകുന്നത് തന്നെയാണ്. ബാക്ക് 12B ആണ് ഫ്ലൈറ്റിലപ്പോൾ. അതായത് ഇന്ത്യ സിമെൻറ്റ്സ് വിഷ്ണുപുരം. പിന്നെ കുറച്ച് മാറി വിഷ്ണുപുരം എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ നിന്ന് മുട്ടുമാരിയിലേക്കുള്ള ഒരു ലൈൻ പോകുന്ന നമുക്ക് കാണാം.
ഇതായിരുന്നു വിഷ്ണുപുരം എന്ന് പറയുന്ന സ്റ്റേഷൻ. ചെറിയ സ്റ്റേഷനാണ്. എനിക്കൊന്നും മറ്റേ മെമ്മോ ഒക്കെ പോലത്തെ വണ്ടികൾ മാത്രം നിർത്താറുള്ളൂ ഇവിടെ. ഇതാണ് വിഷ്ണുപുരത്ത് നിന്ന് മൊട്ടുമാരിയിലേക്ക് പോകുന്ന ലൈൻ, റൈറ്റോട് പോകുന്ന ലൈൻ. ഈ പാലത്തിന് മുകളിൽ നിന്ന് പോകുന്ന ലൈന് എൻ്റർവെൽ നമ്മുടെ ലൈനിൽ നിന്നുള്ള ലൈൻ തന്നെയാണത്. ഈ ലൈനുകൾ നേരെ നമ്മുടെ വിജയവാഡ വാറങ്കാട് ലൈനിലുള്ള മുട്ടുമാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കയറും. അതിനിടയ്ക്ക് ഒരുപാട് ഫാക്ടറീസിനെ സെർവ് ചെയ്യുന്നുണ്ടത്. പാസഞ്ചർ സർവീസസ് നല്ല ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ വഴി. നമ്മൾ ജസ്റ്റ് തെലങ്കാനയിലത്തെ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ മിരിയാലഗുഡയിലാണ്. ഇവിടെ കയറി വരുന്ന എടുക്കാൻ പറ്റില്ല, കിടക്കായിരുന്നു കുറച്ച്. ട്രെയിൻ സ്റ്റേഷനോട് കയറി വന്നാൽ നമ്മൾ വിടുകയെന്ന് തോന്നുന്നു. വണ്ടി ചെറുതായിട്ട് നനങ്ങിയായിരുന്നു, എടുക്കായിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യം ഗാർഡ് ഇതുവരെ ഒന്ന് ലഗേജ് കയറ്റുന്നുണ്ടായിരുന്നു പാർസൽ വാനിലോട്ട്. അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. ഓപ്പോസിറ്റ് ലൈനിലോട്ടാണ് കൊടി വീശി നമ്മൾ വിടുകയായി. നമ്മളിങ്ങനെ മിരിയാലഗുഡ സ്റ്റേഷനിൽ പുറപ്പെട്ടു. നൽഗോണ്ടയാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. 30 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു 114 കിലോമീറ്ററും കൂടി ഉണ്ട് പകടിപ്പള്ളിയിലെത്താൻ. മെയിൻലൈൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ നല്ല സ്പീഡ് പിടിച്ച് കഴിഞ്ഞു. ഇവിടെ 32033 വാഗ് 7 കിടക്കുന്നുണ്ട്. വാഗ് 9 സോറി. അത്യാവശ്യം വലിയൊരു ബലാസ്റ്റ് സൈഡിങ് ഒക്കെ ഉണ്ട്. ബല്ലാസ്റ്റ് സൈഡിങ്ങളൊന്നും ഇലക്ട്രിഫൈഡ് അല്ല. ബല്ലാസ്റ്റ് സൈഡിങ്ങളൊക്കെ ഡീസൽ ലൈനുകളാണ്. കാര്യം ബല്ലാസ്റ്റിൽ ഓടിയുന്ന JCB ഉപയോഗിച്ചാണ്. നമ്മളങ്ങനെ മിരിയാലഗുഡയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞാൽ നമ്മൾ തെലങ്കാന കയറി കഴിഞ്ഞു ഓൾറെഡി. നമ്മളത് കൂടുതൽ ഉൾനാട്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും തെങ്ങൊന്നും ഇല്ലാണ്ടായി, വീണ്ടും പന മാത്രമായി. ഇത് മറ്റേ നൊങ്കുണ്ടാവുന്ന പനയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കൊലകളുണ്ട് മുകളിൽ. സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി സ്ലോ ഡൗൺ ചെയ്തതാണ്. തിപ്പർത്തി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇവിടെ നമ്മളെ കാത്തൊരു ട്രെയിൻ നിൽക്കുന്നുണ്ട്. ലാലാഗുഡയുടെ 37598 ട്രാപ്പ് 7. സെക്കന്ദരാബാദ് രേപ്പള്ളി എക്സ്പ്രസ് ആണ്. ഇപ്പോൾ ചർലപ്പള്ളി രേപ്പള്ളി എക്സ്പ്രസ് ആണത്.
കോച്ചിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. LACCLE 124 ദശയിലാണ്. ഈ കോർണർ 212638 ജൂൺ 2022 ബിൽറ്റാണ്. ഒരു ഹൈവേ നമുക്ക് പാരലായിട്ട് ഓടുന്നുണ്ട്. നമ്മളിപ്പോൾ നൽഗോണ്ട എത്താറായിട്ടുണ്ട്. നൽഗോണ്ട സ്റ്റേഷൻ. നൽഗോണ്ട കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം നമുക്ക് സ്റ്റോപ്പിലെത്താറുണ്ട്. പിന്നെ രാമണ്ണാപ്പേട്ടെന്നോ അങ്ങനെ വേണ്ട വന്ന സ്റ്റേഷൻ പിന്നെ സ്റ്റോപ്പുള്ളത്. ഈ നൽഗൊണ്ട സ്റ്റേഷൻ കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകണം. നല്ല ചൂടുണ്ട് പുറത്ത്. അപ്പോൾ ഈ ചൂടടിച്ചിട്ട് തലവേദനിച്ച് തുടങ്ങി എനിക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോകണം. തണലത്ത് കയറുമ്പോൾ എന്താ സുഖം എന്നറിയോ? നമ്മൾ ജസ്റ്റ് നൽഗൊണ്ട സ്റ്റേഷനിലേക്ക് കയറി. നൽഗോണ്ട അപ്പോൾ നമ്മളങ്ങനെ നൽഗൊണ്ട സ്റ്റേഷനിലെത്തി. ഈ ട്രെയിനിൽ അത്യാവശ്യം ഓൺ ബോർഡ് കാറ്ററിംഗുകാരുണ്ട് കേട്ടോ. ഓൺ ബോർഡ് കാറ്ററിംഗുകാർ സമോസ, വെള്ളം, പിന്നെ അങ്ങനെ കുടിക്കുന്ന സാധനങ്ങൾ, ചായ കാപ്പി ഒന്നും കണ്ടില്ല, മോര്, അങ്ങനത്തെ കുറേ സാധനങ്ങളായിട്ട് ഓൺ ബോർഡ് കാറ്ററിംഗുകാർ വരുന്നുണ്ട്. ഇതാണ് ഈ സ്റ്റേഷൻ്റെ മറുപുറം. എനിക്ക് തോന്നുന്നു നമ്മൾ നിന്ന് സൈഡിൽ തന്നെയാണ് സ്റ്റേഷൻ്റെ മെയിൻ പ്ലാറ്റ്ഫോം, അതായത് സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ. ഇവിടെ ഒരു ട്വിൻ വാഗ്ഫൈസ് എന്ന് തോന്നുന്നു. വാഗ്ഫൈ കാണാണ്ട് നടുക്കലത്തെ മെയിൻ ലൈനിൽ കിടക്കുന്നു. ഈ സ്റ്റേഷനൊരു വന്ദേ ഭാരത് ഹോൾട്ട് ആട്ടോ. അതേ വന്ദേ ഭാരത് സ്റ്റോപ്പ് ഹിയർ എന്നുള്ള ബോർഡുണ്ട്. ഇതുവഴിയാണ് സെക്കന്ദരാബാദ് തിരുപ്പതി വന്ദേ ഭാരത് ഓടുന്നത്. അങ്ങനെ നൽഗോണ്ടെന്ന് പുറപ്പെട്ടു. ഇനി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞാൽ റെസ്റ്റാണ്. ഞാൻ കുറച്ച് നേരം ഉള്ളിൽ പോയി കിടക്കാൻ പോകണം. മിഡിൽ ബർത്താണ്. ലോവർ ബർത്താണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരും. മിഡിൽ ബർത്തിൽ നിന്ന് കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയുള്ള വേണ്ട. ഞാൻ പോയി കുറച്ച് നേരം കിടക്കാൻ പോവാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോൾ കാണാം എന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മെയിൻ ലൈനിലോട്ട് മേർജ് ചെയ്യുന്ന അവിടെ ആകുമ്പോഴേക്കും ഞാൻ തിരിച്ച് ഡോറിലേക്ക് എത്തും. നമ്മൾ 1 മണിക്കൂറിനടുത്ത് ലേറ്റ് ആട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ 1 മണിക്കൂറോളം ലേറ്റാണിപ്പോൾ. EDDXന് 23806 ട്വിൻസാണ്. സ്റ്റേബിൾ ചെയ്തിരിക്കുന്ന പാർട്ട് ബ്രേക്കാണ്. MTസാണ്. കണ്ടിട്ട് സിമെൻ്റാണ് ഒന്ന് ലാസ്റ്റ് കൊണ്ടുപോയത്. കാര്യം അതിൻ്റെ ഫ്ലോറിൽ ഫുള്ള് സിമെൻ്റ് കിടപ്പുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് രമണ്ണാപ്പേട്ടിലേക്ക് എത്താണ്. എനിക്ക് കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. കാര്യം ഞാൻ ചുമ്മാ ഒന്ന് വേരസ്മ ട്രെയിൻ എടുത്ത് നോക്കിയപ്പോഴേ നമുക്കൊരു 3-4 ക്രോസിങ് ചറവറാന്നിന് വരാണ്ടെന്ന് മനസ്സിലായി. പിന്നെ എങ്ങനെ ഞാൻ ഉറങ്ങുക ഇല്ലേ? ശരിയാണോ എൻ്റെ ഭാഗത്ത് നിന്ന്? അല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഡോറിലേക്ക് വന്നു. ഇന്ന് കമ്പാരിറ്റീവ്ലി ഫ്രൈറ്റേഴ്സ് വളരെ കുറവായിരുന്നു. അങ്ങനെ ഫ്രൈറ്റേഴ്സ് ഒരുപാടൊന്നും ക്രോസ് ചെയ്തിട്ടില്ല, ക്രോസ് ഓവർടേക്ക് ചെയ്തിട്ടില്ല. ഞാനൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളങ്ങനെ ഒരുപാട് ക്രോസും ഇതൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്നും അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഇന്ന് ദുഃഖവെള്ളി ദിവസമാണ്. ഗവൺമെൻറ് ഹോളിഡേ ആയതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ ലോഡിംഗ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. റൈറ്റ് സൈഡിലെ ലൂപ്പ് നമ്മളിവിടെ മിക്കവാറും ഒരു ട്രെയിനെ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പുറത്തോട്ടൊക്കെ തന്നെ റോക്കി മൗണ്ടൻസ് കണ്ടിന്യൂ ചെയ്യണം. ഇവിടെ കിടക്കേണ്ട ഒരു ട്രെയിനും ഞാൻ പറഞ്ഞു നമ്മളിവിടെ ഒരെണ്ണത്തിനെ ക്രോസ് ചെയ്യണം എന്നുള്ളത് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ രമണ്ണാപ്പേട്ട സ്റ്റേഷനിലേക്ക് കയറുകയാണ്.
കല്യാൺ ഷെഡിൻ്റെ 37412 വാപ് 7 ആണ് കിടക്കുന്നത് ഇവിടെ. ഈ ട്രെയിൻ ഫലക്നുമ എക്സ്പ്രസ് ആണ്. ഫലക്നുമ എക്സ്പ്രസ് ബാർ സിംഹപുരി എക്സ്പ്രസ് ആണ്. ഇതിപ്പോൾ ഫലക്നുമയാണ്, സിക്കന്ദരാബാദ് ടു ഹൗഡ. കൽക്കട്ടയിലേക്ക് പോകുന്ന ബംഗാളിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ലക്ഷണമൊക്കെ കാണാനുണ്ട്. കണ്ടോ, അതിനകത്ത് സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ആ ഗാങ് വേസ് ഒക്കെ ഉണ്ട്, ഡോർ വേസ്, അതൊക്കെ നിറച്ച ആൾക്കാരിരിക്കുകയാണ്. നമ്മളങ്ങനെ രമണ്ണപ്പേട്ട സ്റ്റേഷനിലേക്ക് എത്തി. നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ സ്റ്റേഷൻ. നമുക്ക് സ്റ്റേഷൻ ഒന്ന് കണ്ടതാണ്. രാമണ്ണപ്പേട്ട സ്റ്റേഷൻ, രാമണ്ണപ്പേട്ട്. അങ്ങനെ കാര്യമായിട്ട് ആരും കയറാനും ഇറങ്ങാനൊന്നുമില്ല നമ്മുടെ കോച്ചുകളിലോട്ട്. നോൺ എ സി കോച്ചുകളിലോട്ട് നല്ലോണം ആളുണ്ട്. ഫലക്നുമ എക്സ്പ്രസ് പുറപ്പെട്ടു, അതിനെ ഹോണഡിയാണ് കേട്ടത്. രാമണ്ണാപ്പേട്ട പഴയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണിത്. പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് അപ്പുറത്തോട്ട് മാറിയാണെന്ന് തോന്നുന്നു. പഴയ ബിൽഡിംഗ് ആയിരുന്നത്. അപ്പം നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലേക്ക് കയറി. ഈ ചൂട് കാരണം ക്യാമറയിൽ തീരെ ബാറ്ററി നിൽക്കുന്നില്ല. എനിക്ക് ബാറ്ററി ചാർജ് ആവുന്നില്ല. ചാർജ് ആവുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. ചൂട് കൊണ്ടാണെന്ന് തോന്നുന്നു. കാര്യം ഇതിങ്ങനെ ചൂടായി വരുന്നതുകൊണ്ട് ഡിസ്ചാർജ് ആവുന്നുണ്ട് പെട്ടെന്ന്. സൂര്യാസ്തമയം ആവാറായി. നമ്മൾ അത്യാവശ്യം ലേറ്റാണ്. പക്ഷേ സമയം മേക്കപ്പ് ചെയ്യുന്നു തോന്നുന്നു. സമയം ഇപ്പോൾ 5:30 ആയതേ ഉള്ളൂ. 5:21 ആയിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നു തോന്നുന്നു സെക്കൻഡറാബാദ് എത്തുമ്പോഴേക്കും. നല്ല ഭംഗിയുണ്ട്. പക്ഷെ വെള്ളം പതഞ്ഞാണ് പോകുന്നത്. അപ്പോൾ എന്തോ കെമിക്കൽ എഫ്ലുവൻസിലൂടെ കലക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കല്ല് വെട്ടിയെടുക്കുന്നുണ്ടോ? വിജയവാഡയുടെ 39341 വാപ് 7 ആയിരുന്നു. ഇത് പൽനാട് എക്സ്പ്രസ് ആണ്, വികാരാബാദ് ഗുണ്ടൂർ. വലിഗോണ്ട എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്, വലിഗോണ്ട. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്ത് ഹലാക്കിൽ അവലും കഞ്ഞി ആക്കാണ്ടിരുന്നാൽ മതി. നമുക്കിനിയിപ്പോൾ ഇതിൽ പോയിട്ട് സെക്കൻഡറാബാദിൽ പോയിട്ട് സെക്കൻഡറാബാദിൽ നിന്ന് പിന്നെ നമുക്കൊരു ലോക്കൽ ട്രെയിൻ പിടിച്ച് കാച്ചിഗുഡ പോയിട്ട് കാച്ചിഗുഡയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. കാരണം നാളത്തെ ട്രെയിൻ കാച്ചിഗുഡയിൽ നിന്നാണ്.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, അങ്ങ് ദൂരെ ഒരു മല കാണുന്നുണ്ടോ? ആ മലയാണ് ഭുവനഗിരി കോട്ട, ബോംഗിർ. നമ്മൾ മറ്റേ വരങ്കലിന് കൂടെ വരുമ്പോൾ ബോംഗിർ പാസ് ചെയ്യും. ആ ബോംഗിറാണ് ആ കാണുന്നത്. ഇപ്പോഴത്തോട്ട് മാറി സ്വർണ്ണഗിരി എന്ന് പറഞ്ഞ അമ്പലമുണ്ട്, അതും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്ര ക്ലിയർ അല്ല, നമുക്ക് ജസ്റ്റ് കാണാം അത്രേ ഉള്ളൂ. ഇവിടുന്ന് അവിടെ ആയിട്ട് സ്വർണ്ണഗിരി അമ്പലം കാണാൻ പറ്റും. അതൊക്കെ മെയിൻ ലൈനിൽ ഇപ്പോൾ കിട്ടുന്ന കാഴ്ച. സെക്കൻഡറാബാദ് ഭുവനേശ്വർ വിശാഖ എക്സ്പ്രസ് ആയിരുന്നത്. ആ കാണുന്ന അവിടെ കാണുന്നില്ല, ആ കാണുന്ന അമ്പലമാണ് സ്വർണ്ണഗിരി. അതോ ആ കാണുന്നതാണ് മെയിൻ ലൈന്. അതാണ് വാരങ്കൽ സോറി കാസിപ്പേട്ട് എന്ന് വരുന്ന മെയിൻ ലൈന്. നമ്മളിപ്പോൾ മെയിൻ ലൈനിലൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഗുണ്ടൂർ ഡിവിഷനിലായിരുന്നു. ഇപ്പോൾ നമ്മൾ സെക്കൻഡറാബാദ് ഡിവിഷനിലേക്ക് കയറാൻ പോകണം. നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ട്രിപ്പിൽ നമ്മൾ മറ്റേ കാക്കിനാട ഷിർഡി എക്സ്പ്രസ് പോയപ്പോൾ നമ്മൾ മെയിൻ ലൈൻ വഴിയായിരുന്നു വന്നത്. അന്ന് ഏകദേശം ഈ ഒരു സമയത്ത് തന്നെയായിരുന്നു നമ്മൾ വന്ന് കയറുന്നത്. ഇൻഫാക്റ്റ് ഇതിലും കുറച്ച് നേരത്തെ ആയിരുന്നു, കാരണം നമ്മൾ പൽനാട് എക്സ്പ്രസ് പകടിപ്പള്ളിക്ക് മുമ്പ് വെച്ച് ക്രോസ് ചെയ്തായിരുന്നു. നമ്മളങ്ങനെ വന്ന് നേരെ മെയിൻ ലൈനിലേക്ക് കയറി. ഞാൻ വിചാരിച്ച് നമ്മളൊന്ന് ലൂപ്പിൽ വല്ലതും കയറ്റിയിട്ട് മെയിൻ ലൈനിൽ കയറ്റും, പക്ഷെ നേരെ മെയിൻ ലൈനിലോട്ട് തന്നെ കയറ്റത്. ഇതാണ് പകടിപ്പള്ളി. ഇവിടെ സ്റ്റേഷൻ ഒന്നുമില്ല, ഇവിടെ ഒരു ക്യാബിൻ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ചർലപ്പള്ളി ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. ഇത് ഗുണ്ടൂർ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത്. നല്ല പറപ്പീരാണ്, 130 ഫ്ലാറ്റ്. ഇത്രയും നേരം 100-110 ടെറിട്ടറിയിൽ വന്നിട്ട് ഇപ്പോൾ 130 കയറിയപ്പോൾ പറപ്പിക്കലും അന്യായം. ഘട്ടക്കേശ്വർ സ്റ്റേഷനാണ്.
ട്രെയിൻ അപ്പുറത്തെ സൈഡിലാണ്, അപ്പുറം ഡോറൊക്കെ ഫുള്ളാണ്. രാവിലെയൊക്കെ നല്ല ചൂട്, ഉച്ചയൊക്കെ നല്ല ചൂടത്തായിരുന്നു നമ്മൾ. അവിടെ നിന്ന് ഇപ്പോൾ നല്ല തണുപ്പുണ്ട് കാറ്റിന്. എവിടെയോ നല്ല മഴ പെയ്യുന്നുണ്ട്. വിജയവാഡയുടെ 22515 ആപ്പ് 4 ആയിരുന്നു. കാക്കാട്ടി എക്സ്പ്രസ് ആണ് തോന്നുന്നത്. അത്യാവശ്യം ശക്തിക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഈ കാണുന്നതാണ് മൗലാലിയിൽ പോകുന്ന ബൈപ്പാസ് ലൈൻ. ഈ ട്രെയിൻ ഈ ലൈൻ വഴി പോയി തുടങ്ങും. അടുത്ത ഈ മാസം അവസാനത്തോടെ, ഏപ്രിൽ അവസാനം മുതൽ ഇതുവഴി പോയി തുടങ്ങും. അപ്പോൾ നമ്മൾ ഇനി ഒരിക്കൽ ട്രെയിൻ ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്കന്ദരാബാദിൽ പോയി ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ സനത് നഗർ അങ്ങ് ലിംഗപ്പള്ളി പോയി ഇറങ്ങണം. ഇന്ന് ശരിക്കും ഇതിന് മുമ്പ് ഒരു രേപ്പള്ളി സെക്കന്ദരാബാദ് എക്സ്പ്രസ് ഉണ്ട്. അതിന് വരാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചാർലപ്പള്ളി വരെ ഉള്ളൂ. ചാർലപ്പള്ളിയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിച്ചപ്പോൾ വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ഉച്ചവരെ വെയിറ്റ് ചെയ്ത് ഇതിനാക്കിയത് ടിക്കറ്റ്. കഴിഞ്ഞ വർഷം നമ്മളിവിടെ പാസ് ചെയ്യുമ്പോൾ 2 സ്റ്റേബിൾഡ് റേക്സ് ആയിരുന്നു. സ്റ്റേബിൾഡ് റേക്സ് ഒന്നും കാണാനില്ല. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട വന്ദേ ഭാരത്തിലേക്ക് ഇപ്പോഴും ഇവിടെ കിടക്കുന്നത് കേട്ടോ. അത്ര മഞ്ഞ കളർ ഓറഞ്ച് കളർ കാണുന്നതാണ് വന്ദേ ഭാരത്. 20 കാർ റേക്കാണ്. അത് അലോട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി, പക്ഷെ അത് ഓടിച്ചു തുടങ്ങിയിട്ടില്ല ഇതുവരെ. ഇതുപോലെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സദേൺ റെയിൽവേക്ക് കിട്ടിയിട്ടുണ്ട്. അത് മിക്കവാറും ചെന്നൈ സെൻട്രൽ ആയിട്ട് കിടപ്പുണ്ടാവും. ഈ കിട്ടിയ വണ്ടികൾ എത്രയും പെട്ടെന്ന് ഓടിക്കുന്നതിന് പകരം അവർ എന്തോ കാത്തു നിൽക്കുകയാണ്. എന്താണ് കാത്തു നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരതൊക്കെ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. അത് നമ്മുടെ ഹോം സിഗ്നലാണത്. ഹോമല്ല, നമുക്ക് അതിന് മുമ്പുള്ള സിഗ്നലാണ്. ഇവിടെ മുളക്കൂട് റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. അതാണ് ലാലഗുല ഗേറ്റിലോട്ട് പോകുന്ന ലൈന്. നമ്മൾ കൊങ്കു എക്സ്പ്രസ് പോയത് ലൈന്. അപ്പോൾ ഇത്ര ആയ സ്ഥിതിക്ക് ഞാനിനി പതുക്കെ എൻ്റെ സീറ്റിലേക്ക് പോവാണ്. നമുക്ക് നമ്മുടെ ലഗേജൊക്കെ എടുക്കണമല്ലോ. ഞാൻ വിചാരിച്ച് ചാർമിനാർ എക്സ്പ്രസ് ക്രോസ് ചെയ്യണമെങ്കിൽ അതുകൂടെ കാണിച്ചിട്ട് സീറ്റിലോട്ട് പോകാമെന്ന് വെച്ചതാണ്. പക്ഷെ അവൻ ക്രോസ് ചെയ്ത ലക്ഷമൊന്നും കാണുന്നില്ല ഇതുവരെ. സമയം 6:25. അപ്പോൾ 6:30 ആകുമ്പോഴേക്കും നമ്മൾ സെക്കന്ദരാബാദ് സ്റ്റേഷനോട്ട് കയറുമെന്ന് വിചാരിക്കും. സ്റ്റേഷനിലോട്ട് കയറുന്നത് വിൻഡോയിൽ നിന്ന് കാണിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല. കാര്യം നമ്മൾ എന്താ പറയുന്നത്, ഞാൻ ബാഗൊക്കെ എടുത്ത് ഇതാകുമ്പോഴേക്കും വണ്ടി കയറി കഴിഞ്ഞു. നമ്മൾ സെക്കന്ദരാബാദിലെ പ്ലാറ്റ്ഫോം നമ്പർ 10 വന്നിരിക്കുന്നത്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 10. ഇനിയിപ്പോൾ നമ്മുടെ ലോക്കല് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്കങ്ങ് പോകാം. അപ്പോൾ ഞാനങ്ങനെ സെക്കന്ദരാബാദിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിനി ലോക്കൽ ട്രെയിനിൽ കയറി കാച്ചിക്കോടിലേക്ക് പോകണം.
അപ്പോൾ നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. ഈ കിടക്കുന്നത് I30664 കിടക്കുന്നത് ശബരി എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഇപ്പോൾ തിരുപ്പതിക്ക് പോകാൻ നിൽക്കുകയാണ്. കാച്ചിഗുഡയിലോട്ട് 7 കിലോമീറ്റർ പോകാൻ MMTS കയറി കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്നാമത് 6:45 കണ്ട് വരേണ്ട ട്രെയിൻ വന്നത് 7 മണിക്കും കണ്ട. അപ്പോൾ മണി 8:11 നമ്മളിതുവരെ കാച്ചിഗുഡ കയറിയിട്ടില്ല. കുറേ നേരിട്ട് ഏകദേശം ഒരു 25 മിനിറ്റോളമായിട്ട് ഇവിടെ കാച്ചിഗുഡ ഔട്ടറിൽ തന്നെ കിടക്കാൻ വേണ്ടി. കുറേ ആൾക്കാർ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി നടന്നു പോയി, ബാക്കി ട്രെയിൻ പിടിക്കേണ്ടവർക്ക്. നമുക്കൊരു ട്രെയിനൊന്നും പിടിക്കേണ്ടാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. അങ്ങനെ ഫൈനലി കാച്ചിഗുഡയിലൊക്കെ എത്തുന്നു. സമയം ഇപ്പോൾ 8:19. 7 മണിക്ക് ഞാൻ അവിടെ നിന്ന് കയറുന്നത്. 7 മണിക്ക് സെക്കൻഡറാബാദിൽ നിന്ന് കയറുന്നത്. 1.25 മണിക്കൂർ എടുത്തു. ജസ്റ്റ് 7 കിലോമീറ്ററോടെ. ഒരുമാതിരി മറ്റടുത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. 7 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 1.5 മണിക്കൂറിനടുത്ത് എടുത്തത്. ഞാൻ 6:30 സെക്കൻഡറാബാദിൽ എത്തിയതാണ്. 7 മണി മുതൽ എനിക്കിവിടെ റിട്ടയറിംഗ് റൂം ഉണ്ടായിരുന്നു. അതിനകത്ത് 1.5 മണിക്കൂർ എൻ്റെ ഇവിടെ തന്നെ വേസ്റ്റായി. ഇത് റെയിൽവേ എനിക്ക് നഷ്ടപരിഹാരമല്ല തരുമോ? അപ്പോൾ നമ്മളങ്ങനെ കാച്ചിഗുഡയിലെത്തി. അപ്പോൾ ഞാൻ ആക്ച്വലി സെക്കൻഡറാബാദിൽ വെച്ചൊരു ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഈ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ ഇതും കൂടി ഇതിനകത്ത് ചേർക്കണം വെച്ചു. ഇവിടുത്തെ ലോക്കൽ സർവീസ് എന്ന് പറയുന്നത് ഒട്ടും റിലയബിൾ അല്ലാന്ന് പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. ഇന്നെനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. ഇത് ഒട്ടും റിലയബിൾ അല്ല ഈ സർവീസ്. അപ്പോൾ നമ്മളെ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ പോവാം. അവൻ്റെ സിഗ്നൽ ആംബറാണ്. അപ്പോൾ അവൻ എന്തായാലും വലിയ സ്പീഡിൽ ഒരുപാടൊന്നും പോകുമൊന്നുമില്ല. അപ്പോൾ അതവിടെ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ലോക്കൽ സർവീസ് അത്ര ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള സംഭവമല്ല. കാരണം കോമൺ ട്രാക്സ് തന്നെയാണ് ലോക്കൽ ട്രെയിനുകൾക്കും എക്സ്പ്രസ് ട്രെയിനുകൾക്കും എല്ലാം. അപ്പോൾ പിന്നെ നമുക്ക് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ മെമ്പർഷിപ്പ് എടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്പർ താങ്ക്സ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ, ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. സോ ദിസ് ഇസ് Binay Shankar signing off from Platform 7. See you very soon in another video. Until then, bye-bye.